അല്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഈ 33 എല്ലാ പേരെയും സസ്പെൻഷൻ റദ്ദാക്കും, ഈ ബി സി അല്ലെങ്കിൽ ഈ സർക്കാർ ചെന്നിട്ട് അത് തന്നെ ചെയ്യും എന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് അവർ തന്നെ ചെയ്യും, അത് ചെയ്തേ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ബി സി വന്നിട്ടും അവർ ഇപ്പോൾ ബി സിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരെ കുറ്റമുക്തമാക്കുക എന്നുള്ള രീതിയിലാണ് പുതിയ ബി സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിന് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബി സി ആര് ഫസ്റ്റ് പടി ചെയ്തു, 33 പേരെ അത് സസ്പെൻഡ് ചെയ്തു. അവർ ഇപ്പോൾ ആൻറ്റി റാഗിങ് സ്ക്വാഡ് കൊടുത്ത 33 പേരാണ്. അതല്ലാതെ ഞാൻ പറഞ്ഞ 33 പേരോ അല്ലെങ്കിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടല്ല. ആൻറ്റി റാഗിങ് സ്ക്വാഡ് 33 പേരെ ഇങ്ങനെ ഒരുപാടുണ്ട്. അതിൽ കൊടുത്തിട്ട് ബി സി ആരോടും ചോദിക്കാത്ത ഒരു നടപടിയെടുക്കാതെ വേറെ അവർ നിയമോപദേശമോ കാര്യമൊന്നും തേടിയിട്ടില്ലെന്ന് അറിയുന്നത്. അപ്പോൾ കേസ് അട്ടിമറിക്കാൻ ബി സിയും കൂടെ കൂട്ടു നിൽക്കുന്നു. ഉറപ്പായിട്ട് ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നു ബി സി കൂട്ടു നിൽക്കുന്നു. ഇനിയിപ്പോൾ അടുത്തിപ്പം ബി സി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ബി സി എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന്. ബി സി ഇപ്പോൾ അടുത്ത് പറയും സിദ്ധാർത്ഥൻ സ്വയം മുറിവേൽപ്പിച്ചു, ശരീരത്ത് സ്വയം മുറിവേൽപ്പിച്ചു, ആന്തരിക മുറിവേൽപ്പിച്ചു, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എടുത്ത് ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാക്കിയിട്ട് ഈ ജയിലിൽ കിടക്കുന്ന എല്ലാവരും തുറന്നു വിടും. അതിന് ബി സിക്ക് നല്ലൊരു ഓഫർ കാണുമായിരിക്കും, ഇല്ലയെന്ന് പറയാനില്ല. കാരണം ഇത് രാജിവെച്ച് പോയാലോ അല്ലെങ്കിൽ ഇവിടുന്ന് ജോലി പോയി കഴിഞ്ഞാലോ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളത് അവരെ പാർട്ടിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഉറപ്പ് ബി സിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു നീതിക്ക് നിരക്കാത്ത ഒരു കാര്യം ബി സി ഒരിക്കലും ചെയ്യില്ല. ബി സി ശരിക്കും ഇത് കുറ്റക്കാരൻ തന്നെയാണ് ഈ കാര്യത്തിൽ. അല്ല, ആ ഡീനിൻ്റെ നടപടി പുതിയ വി സി എടുക്കേണ്ട കാര്യമില്ല. അയാൾ പുള്ളിയുടെ വലിയ ചുമതലയൊന്നുമല്ല. ആ ഡീനിനെ സസ്പെൻഡ് ചെയ്യേണ്ടത് വളരെ ആദ്യം ചെയ്യേണ്ടതാണ്. അല്ല ഈ പുതിയ വി സിയുടെ ജോലിയൊന്നും അല്ല അത് ആദ്യം ഫസ്റ്റിലേ ചെയ്യേണ്ട ജോലി, ആദ്യത്തെ വി സി തന്നെ ചെയ്യേണ്ട ജോലിയാണ് അത്. ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരെ തന്നെ പുള്ളിയെ കൈവയ്ക്കും, അല്ലെങ്കിൽ ആ ഒരു അക്രമത്തിലോട്ട് പോകേണ്ട സ്ഥിതി അവിടെ എത്തി. അല്ലാതെ പുതിയ ബി സി വന്നിട്ട് ഡീനിനെ സസ്പെൻഡ് ചെയ്ത് വലിയ കാര്യം ചെയ്തതല്ല. അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഡീനാണല്ലോ ഡീനാണല്ലോ വന്നിട്ട് ഈ ബോഡി തൂക്കി ഇറക്കിയതും, അല്ല അവനും പോലീസിനെ അറിയിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞതും, ബാക്കി തെളിവ് നശിപ്പിച്ച റൂം കഴുകി ഇറക്കിയതും എല്ലാം ഡീനിൻ്റെ നേതൃത്വത്തിലായിരുന്നല്ലോ. അപ്പോൾ ഡീനിനെ സസ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് പുതിയ ബി സി വന്ന് ചെയ്തിട്ടാണെന്ന് പറയാൻ പറ്റില്ല. പഴയ ബി സി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പഴയ ബി സി എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്? പഴയ ബി സി 18-ാം തീയതി എൻ്റെ മകൻ കൊല്ലപ്പെടുന്നത്, 19-ാം തീയതി അവിടുത്തെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നേ ഉള്ളൂ. വൈത്തിരി അതായത് വയനാട് ഹോസ്പിറ്റലിൽ എൻ്റെ മകൻ്റെ ബോഡി കിടക്കുന്നേ ഉള്ളൂ, പോസ്റ്റ്മോർട്ടം നടത്തുകയുള്ളൂ. ആ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അപ്പോഴത്തെ വി സി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ ഒരു ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നു. മകനൊക്കെ ഇവിടെ കൊണ്ടുവന്നില്ല, അവരെ പൊതുദർശനത്തിന് പോലും വച്ചില്ല. അതിന് മുമ്പ് വി സി ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അവിടുത്തെ അധ്യാപക സംഘടനകൾക്ക് വോട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ആ വി സി ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ വി സി സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ പുതിയ വി സിക്കും മിക്കവാറും അത് തന്നെ ഉണ്ടാവും, ഒരു സസ്പെൻഷൻ തന്നെ ഉണ്ടാവണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ഗവർണറുടെ അടുത്ത് ഉടനെ പോകുന്നുണ്ട്, ഇല്ലയെന്നല്ല ഉടനെ ഗവർണറെ കാണുന്നുണ്ട്. ഗവർണർ അദ്ദേഹം ചാൻസലറും കൂടെയാണല്ലോ. കോളേജിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് എങ്ങനെ ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതറിവിലാണ് ഈ ഇത്രയും പേരെ തുറന്നു വിട്ടത്, അല്ലെങ്കിൽ സസ്പെൻഷൻ പിൻവലിച്ചത്?